നേർവഴിക്ക് നമുക്ക് ആരംഭം കുറിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. വാസുദേവൻ നായർ രചിച്ച് 2018 ഫെബ്രുവരി 21 നിലവിൽ വന്ന കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയുമായി അർച്ചന. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്നെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. വിജ്ഞാനത്തിൻ്റെ വിഹായസിലേക്ക് അറിവിൻ്റെ ചിറകുകൾ വിരിച്ച് പറക്കുവാൻ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നവദീപ് സ്കൂളിൻ്റെ കരുത്തുറ്റ സാരഥി നവദീപ് സ്കൂൾ ചെയർമാൻ ശ്രീ ക്ലീറ്റസ് ഓസ്റ്റിൻ സാറിനെ അദ്ദേഹത്തിന്റെ അഭാവത്തിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യാപനത്തിന്റെ മഹത്വം പേര് പിന്നിട്ട വഴികളിലെല്ലാം വിജയത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ പകൽ വീടിന്റെ നിറസാന്നിധ്യമാണ് നവദീപ് സ്കൂൾ സീനിയർ പ്രിൻസിപ്പാൾ ശ്രീമതി പ്രീത ക്ലീറ്റസ് മാമിന്റെ അഭാവത്തിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ ഒത്തൊരുമയോടെ ഒരു മനസ്സോടെ മുന്നേറാൻ ഞങ്ങൾക്ക് കരുത്ത് പകരുന്ന നവദീപ് സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ അരവിന്ദ് ക്ലീറ്റസ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നവദീപിലെ യുവതാളമാണ് നേതൃനിരയിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്ന നവദീപ് സ്കൂൾ ഡയറക്ടർ ശ്രീ അശ്വിൻ സാറിനെ അദ്ദേഹത്തിന്റെ അഭാവത്തിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവേകത്തിന്റെയും തിരിച്ചറിവിന്റെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നവദീപ് സ്കൂൾ കൗൺസിലർ ഡോക്ടർ ഷാർലറ്റ് മാമിന്റെ അഭാവത്തിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അജ്ഞതയുടെ അന്ധകാരത്തെ അകറ്റി വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന നവദീപ് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ശ്രീ ഇഗ്നേഷ്യസ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നവദീപ് സ്കൂൾ കോർഡിനേറ്റർ ബിന്ദു മാമിനെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നന്മകൾ വിരിയുന്ന ഈ പകൽ വീട്ടിലെ എല്ലാ അനധ്യാപകർക്കും എൻ്റെ കൂട്ടുകാർക്കും സ്വാഗതം. മാന്യ സദസ്സിന് നമസ്കാരം. നവംബർ 1 കേരള പിറവി ദിനം. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 69 വർഷം തികയും. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 മലയാള ഭാഷ സംസാരിക്കുന്നവർ എന്ന നിലയിൽ ഐക്യ കേരളം രൂപം കൊണ്ടത്. 1950കളിൽ വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കേരളം 69 വർഷം പിന്നിടുമ്പോൾ വൻ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സാക്ഷരത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ്. വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഐക്യത്തിലും സമാധാനത്തിലും ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആയുർവേദത്തിൻ്റെ പറുദീസ, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട്, ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ പേരിലുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലും പോരാടി വിജയിച്ച കേരളീയർക്ക് നവംബർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ജന്മവാർഷികമാണ്. ജാതി, മത, വർണ്ണവർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നാടിൻ്റെ പുരോഗതിയും സംരക്ഷണവും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് നാം തിരിച്ചറിയണം. പ്രകൃതി കനിഞ്ഞരുളിയ വിഭവങ്ങളെ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണെന്ന്
നാം മനസ്സിലാക്കണം. നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. നന്മകൾ നിറഞ്ഞ മലയാളത്തിന്റെ സ്തുതി ഗീതവുമായി സ്കൂൾ ഗായക സംഘം. Kerala is often known as God's own country. Yes. Do you feel that is true? Yes. Most definitely. Because if you just look within our own country, if you had the opportunity to travel up north, and I'm not talking about cities like Mumbai or Delhi. If you visited tier 2 cities in other states, I'm not even saying tier 3 cities, I'm just saying tier 2 cities. In most of those places, the level of education, refinement, and the level of safety that you would feel would be far less compared to how safe you are in Kerala. So let us all be proud of our heritage and recognize the value that we have. And take pride and joy in these blessings that we have been bestowed with. So, on that note, I wish all of you a great day ahead. Thank you. മലയാളിയുടെ മോഹങ്ങൾക്ക് മാലിന്യങ്ങളുടെ വർണ്ണശോഭയായി മലയാളികളുടെ താളവുമായി നവദീപിന്റെ കലാപ്രതിഭകൾ അണിയിച്ചെടുക്കുന്ന കേരളീയർ. തെയ്യമാടുന്ന തീരം എന്റെ കേരളം, തിരകൾ കേളിയാടുന്ന നാടൻ പൊന്നിൻ കേരളം. കേരളം 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 കേരളം.
നിളയുടെ ഓളം കഥകളിയാടി കിളികുലജാലം ശുഭകാകളി പാടി തിരുവാഴും കോടുണരാൻ വില്ലടി മേളങ്ങൾ തുളുനാടിൻ ഗിരിമാറിൽ അംഗച്ചമയങ്ങൾ ഇതു കേരളം കേരളം എൻ കേരളം കേരളം വഞ്ചിപ്പാട്ട് പാടുന്ന തീരം എന്റെ കേരളം കുഞ്ചൻ തുള്ളിയാടുന്ന നാടൻ പൊന്നിൻ കേരളം മോഹിനിയാട്ടം അനുപമനാട്യം മണിമലയാളം കവി വാഴ്ത്തിയ ദേശം വേണാടിൻ തിരുനാവിൽ നന്ദുണിനാദങ്ങൾ വേദാന്ത പഴമയുടെ മംഗളഗീതങ്ങൾ ഇതു കേരളം കേരളം എൻ കേരളം കേരളം സഖ്യൻ സാമഗാനങ്ങൾ പാടും തീരം കേരളം കൊന്നപ്പൂവ് പൂക്കുന്ന നാടൻ പൊന്നിൻ കേരളം 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 കേരളപ്പിറവി ദിനത്തിൽ കേരളം കാണുന്ന സ്വപ്നവുമായി അതിഥി. ഞാനാണ് കേരളം. എനിക്ക് 14 മക്കളാണ്. എൻ്റെ മക്കൾ നേടുന്ന വിജയമാണ് എൻ്റെ സന്തോഷം. ഇതെൻ്റെ നാടാണ്, ഇതെൻ്റെ വീടാണ് എന്ന് ചിന്തിക്കുന്നവരാകണം എൻ്റെ മക്കൾ. ഐക്യ കേരളമാണ് എൻ്റെ സ്വപ്നം. അതിന് ഈ കേരളപ്പിറവി ദിനത്തിൽ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. നന്ദി. ആത്മാഭിമാന ബോധമുള്ള മൂല്യബോധമുള്ള ഒരു ജനതയ്ക്ക് മനസ്സിൽ സുഖമുള്ള നിമിഷങ്ങളും നിറമുള്ള സ്വപ്നങ്ങളും സൃഷ്ടിക്കാൻ കഴിയും. അതിന് ഈ കേരളപ്പിറവി ദിനത്തിൽ നിങ്ങൾ ഏവർക്കും കഴിയട്ടെ. ഏത് ദൂസര സങ്കല്പത്തിൽ ജനിച്ചാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പവും. ഈ സുദിനത്തിൽ ഇന്നിവിടെ സന്നിഹിതരായ എല്ലാ മലയാളി സുമനസുകൾക്കും 1000 നന്ദി നേർന്നുകൊണ്ട് ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. നന്ദി.